തീ കത്തുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ, ലേറ്റ് ആക്കണ്ട. ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഉരുളക്കിഴങ്ങിൻ്റെ കറിയും നാരങ്ങ പീന ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നാരങ്ങയൊക്കെ പീന ഒഴിച്ചിട്ടുണ്ട്. പിന്നെ തുറൂച്ചൂക്കിൻ്റെ അച്ചാറാണ് കേട്ടോ. തുറൂച്ചൂക്ക് എന്ന് പറഞ്ഞാൽ 3500 മീറ്റർ ഹിമാലയത്തിൻ്റെ ഭാഗത്ത് കിട്ടുന്ന ഒരു ചെറിയ കായാണ്. നമ്മുടെ നാട്ടിൽ ചെക്കിപ്പഴമൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു കായാണ്. അതുകൊണ്ട് ജ്യൂസ് അച്ചാറൊക്കെ ആക്കും. അത് ഞാൻ ഗ്രാമത്തിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. വേണോ? ഞാൻ ചില സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കും. 2 ക്യാമറ, ഒന്ന് മൊബൈൽ ക്യാമറയും സിനിമ ക്യാമറയും വെച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഇവിടെ വെച്ച് നോക്കുന്നത്. ഒന്ന് ഫോക്കസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, ഒന്ന് ലോങ് വൈഡ് ആംഗിളും കേട്ടോ. അങ്ങനെയൊക്കെയാണ് വീഡിയോഗ്രാഫി ചെയ്യുന്നത്. അത് എഡിറ്റ് ചെയ്യണം, ഒക്കെ ഒരാളാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഹിമപർവ്വതങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതേത് പ്രാന്തനാണ് ദൈവമേന്ന്. വിശപ്പിൻ്റെ രുചിയാണ് സുഹൃത്തുക്കളെ, വിശപ്പിൻ്റെ രുചി. വൈകുന്നേരം അവർ വിറകൊണ്ട് തരുന്നു പറഞ്ഞിട്ടുണ്ട്. അത് തീയിടേണ്ട കാര്യങ്ങളൊക്കെ ആക്കണം. ദൈവം ആനിമൽസ് ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ ഭക്ഷണമാക്കുന്ന രീതി വൃത്തിയില്ലായ്മയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ കൊണ്ടാവുന്ന പോലെയാണ് ഞാൻ ഇതൊക്കെ ആക്കിയെടുക്കുന്നത്. ആരും മോശമായിട്ട് ചിന്തിക്കരുത് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ലക്ഷറിയാണ്, സ്വർഗം പോലെയാണ് കേട്ടോ. ഇതെല്ലാം മൊത്തം കഴിച്ച് കഴിഞ്ഞു. ഇതൊക്കെ കഴുകി വെക്കണം പാത്രമൊക്കെ. ഈ പാത്രമാണ് ഇതുവരെ ഞാൻ തുടച്ച് വെക്കും കേട്ടോ, കാരണം ഇത് വീണ്ടും ഉപയോഗിക്കേണ്ടതാണ് എനിക്ക്. സമയം ഇരുണ്ട് തുടങ്ങി കേട്ടോ. നല്ല ലെമൺ ഹണി ടീ ആണ്. ഹണി കണ്ടോ, നല്ല ഫ്രഷ് ഹണി ആയതുകൊണ്ട് താഴെ വന്ന് നിൽക്കുന്ന കുറേ ലോക്കൽ ഐറ്റംസ് കിട്ടി കേട്ടോ. ലോക്കൽ ഹണി കിട്ടി, കുറേ സാധനങ്ങൾ കിട്ടി കേട്ടോ. ഗീ കിട്ടി, തുറൂച്ചൂക്ക് കിട്ടി, അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് കിട്ടി കേട്ടോ. ഇവിടെ വന്ന ശേഷം എന്താ ഭംഗി, ആകാശമൊക്കെ നോക്കിയേ. നമ്മുടെ കാർമേഘമില്ലേ, പുകയൊക്കെ ഇങ്ങനെ ഈ മഞ്ഞ് മലകൾക്ക് മുകളിൽ നിൽക്കുന്ന പോലെയുണ്ട്. അടിപൊളി അടിപൊളി കണ്ടോ. എന്താ ടേസ്റ്റ്. ഇന്ന് രാത്രി വലിയ പരിപാടിയൊന്നും ഇല്ല. എനിക്കിതുവരെ വിറക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏട്ടൻ ഇതുവരെ വന്നിട്ടില്ല. അതോ ഇനി വിറക് കിട്ടിയിട്ടില്ലെങ്കിൽ പശുവിൻ്റെ ചാണകവും കുതിര ചാണകവും ഒക്കെ ഉണ്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട്. ഗ്രാമം തൊട്ടടുത്താണല്ലോ. അപ്പം എന്താണ് ഗോബറൊക്കെ വെച്ച്, ഗോബർ എന്ന് പറഞ്ഞാൽ ചാണകത്തിനാണ് ഗോബർ എന്ന് പറയുന്നത്. ഗോബറൊക്കെ വെച്ചിട്ട് നമുക്ക് തീയിടണം. പക്ഷെ തീയിട്ട പടരാനും പാടില്ല. അപ്പോൾ കല്ല് ഇവിടെ ഏടിയും ഇല്ല കേട്ടോ. കല്ല് തപ്പിയിട്ട് യാത്ര പോകണം. കല്ലൊക്കെ പുറക്കി വട്ടത്തിലാക്കിയിട്ട് നമുക്കെന്താണ് ചാണകം തീയിടാം. അതായിരിക്കും ബെറ്റർ.
ഹണി ഉണ്ടോ? ഞാനും മധുരം പഞ്ചസാര അങ്ങനെയുള്ള സാധനം ബേക്കറിൽ നിന്ന് കഴിക്കത്തില്ല, പക്ഷേ ഹണി നല്ലപോലെ കഴിക്കും കേട്ടോ. നാരങ്ങേൻ്റെ കുരു. കല്ലിന് നല്ല ക്ഷാമം കേട്ടോ. ദൂരേന്ന് കല്ലെടുത്തോണ്ട് വരുമോ, കാരണം പുല്ല് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ. ഇപ്പോൾ കല്ല് റൗണ്ടിൽ കൂട്ടി അകത്ത് ചാണകമൊക്കെ നിറച്ചിട്ട് കാണാം. ഞാൻ ചാണകമൊക്കെ എടുത്ത് റെഡിയാക്കി നിൽക്കുമ്പോൾ ഗോപുരം കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ആശാൻ വന്നിട്ടുണ്ട്. രാജു നമസ്തേ, अभी करेक्ट टाइम में आप पहुंच गया. मैं हैप्पी आ गया. बहुत टेंशन है अभी, नाइट में बालू का जगह है. ना अब कोई टेंशन नहीं. आग में बालू आता नहीं है. തീ ഇട്ടുകൊണ്ട് കരടിയിൽ നിന്ന് വരില്ലാന്ന് കേട്ടോ പറഞ്ഞേ. ഈ കരടി നല്ലപോലുള്ള സ്ഥലമാണ്. ഒരു 10-15 മിനിറ്റ് ഹൈയേട്ടൻ എൻ്റെ കൂടെ ഇരിക്കും കേട്ടോ. നാളെ രാവിലെ ഗ്രാമത്തിൽ പോയിട്ട് പുള്ളിക്കാരൻ പൈസ കൊടുക്കും വിറകിൻ്റെ. ഈ കിतना घंटा चलते हैं भाई? ये चलेगा आपका पूरा रात भर. पक्का? पक्का. अच्छा सुरक्षित में. आपका गांव देश में मैं सुरक्षित है. बिल्कुल. ओहो, कैसे मेरा टेंट? 2 टेंट है. बढ़िया. खाना बनाने का टेंट है, रुकने का टेंट है. सुबह पानी हो गया? पानी है, अभी है, सुबह तक है. लाके आता हूँ मैं. है थोड़ा मिलता है. इधर से आओ फिर आग. अच्छा नहीं आएगा. ठीक है. पानी लाऊं मैं? पानी मेरे पास अभी है, अभी 1 लीटर है. और मिलते हैं? और लाऊंगा ना. हाँ मिलते हैं. हाँ ठीक है. लाओ मैं लाता हूँ. ठीक है. എന്നോട് വെള്ളം വേണമെന്ന് ചോദിക്കുന്നതാണ്. വെള്ളം എടുത്ത് കുറവ് എന്നോട് കൊണ്ടുതരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതാണ് ഗ്രാമവാസികളുടെ സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ പുള്ളിക്കാരൻ എന്തായാലും 200 രൂപ കൊടുക്കും കേട്ടോ. 100 രൂപ വിറകിൻ്റെ കൂടാതെ ഇവരെ ഈ സ്നേഹം ഉണ്ടല്ലോ. ഞാൻ ഇവിടുന്ന് ദാൽച്ചാവൽ ഒരു ഹോട്ടലിൽ നിന്ന് ചിക്കൻ മട്ടനൊക്കെ കഴിക്കണമെങ്കിൽ 500 രൂപ 600 രൂപ ഒക്കെ ചിലവാകും. മലയാളം ഭാഷ സമജിക്കുക. ആ ഒരു സ്ഥലത്ത് ഇവർക്കൊരു ആവശ്യം എൻ്റെ അടുത്തില്ല ഇത്ര ഹെൽപ്പ് ചെയ്യേണ്ടത്. പക്ഷെ എന്നെ എത്രത്തോളം ബിഹേവ് ചെയ്യുന്നുണ്ടോ. ഗ്രാമത്തിലെ ആൾക്കാർ ഇങ്ങനെയാണ് കേട്ടോ, നല്ല സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് വിറകൊക്കെ കൊണ്ടു തന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മണ്ണെണ്ണ. इस ऑयल में क्या बोलते हैं इधर का भाषा में? केरोसिन. मर्तेल. हाँ. क्या? केरोसिन. नहीं इधर का लैंग्वेज മർത്തേൽ. മർത്തേൽ. ഇതൊക്കെ കൊണ്ടു തന്നിട്ട് പുള്ളിക്കാരൻ പോവാണ് കേട്ടോ. രാവിലെ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകണം. 300-400 മീറ്റർ ഉണ്ട് കേട്ടോ. मैं बहुत हैप्पी है मलयालम से बोलने. आप लोग एकदम बढ़िया में बोलने. थैंक यू. നല്ല ആൾക്കാരാണ്. കാറ്റ് നല്ല ശക്തി കടിക്കുന്നുണ്ട്. മണ്ണെണ്ണ കേട്ടോ ഏട്ടൻ കൊണ്ടുത്തുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് പെട്രോൾ ഉണ്ട്. പെട്രോൾ ഒഴിച്ച് മൊത്തം കത്തിപ്പോവും. അത്രയും പവറാണല്ലോ പെട്രോളിന്. കത്തട്ടെ വല്ലന. തീ കത്തുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. ലേറ്റ് ആക്കണ്ട. ഇത് കടലാസ് പാത്രം കേട്ടോ. ഇത് ഇടാം. കത്തട്ടെ. ചോറ് നമുക്ക് അതിൽ മിക്സ് ആക്കാം, കറി എല്ലാം കൂടി. ഓക്കെ. അമ്പോ എന്താ പവറിൽ കത്തുന്ന നോക്കി.
ചോറും കറിയൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ടാണ്. നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഓഹോ, വെള്ളം തണുത്തു പോയില്ലേ. ഭക്ഷണം മൊത്തം കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി കിടക്കുന്ന കാഴ്ചകൾ കേട്ടോ. കുറേ സമയം തീയൊക്കെ കൊണ്ട് ഒരു 10 മണിയാകുമ്പോൾ ഞാൻ കിടക്കും. രാവിലെ എണീക്കണം, ടെൻറ്റ് പാക്ക് ചെയ്യണം, അതൊക്കെയാണ് പരിപാടി കേട്ടോ. എന്നിട്ട് വീണ്ടും നടക്കണം. നോക്കണ തീ അങ്ങ് ദൂരെ കത്തുന്നുണ്ട്. ഞാൻ കുറച്ച് പെട്രോൾ കൂടി ഒഴിച്ച് കേട്ടോ തീ അണഞ്ഞപ്പോൾ. കാരണം ചാണകത്തിലാണ് ഇപ്പം കത്തുന്നത്. എന്നാലും ഒരു ചെറിയ ഭയമുണ്ട് കേട്ടോ. കാരണം കരടികൾ നല്ലപോലെയുള്ള സ്ഥലമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് മാത്രമല്ല ഗ്രാമവാസികൾക്ക് അറിയാം. അപ്പം കിടന്നുറങ്ങാൻ പോവാണ്. ഫുഡ് ഐറ്റംസൊക്കെ ടെൻറ്റിനകത്താണ് വെച്ചത്. മറ്റേ ടെൻറ്റിനകത്ത് വെജിറ്റബിളൊക്കെ നാളെ രാവിലെ അവിടെ ഉണ്ടോ നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞാൻ 3 ഷോക്സ് ഇട്ടിട്ടാണ് കിടന്നത്. ഈ പുല്ല് ഭാഗം കണ്ടു, നൈസ് നിൽക്കുന്ന പുല്ല് ഭാഗം അടി മൊത്തം ഈർപ്പം പറ്റിയിട്ട് എന്താ തണുപ്പിങ്ങനെ അടിച്ചു വരും കേട്ടോ ഉള്ളിലേക്ക്. ഉറക്കം കുറവായിരുന്നു ഇന്നലെ, സാരമില്ല. ഞാൻ രാവിലെ 5 മണിക്കാട്ട് എണീച്ച് 5 മണിക്ക് എണീച്ച് ചായയൊക്കെ വെച്ച് കുടിച്ച് ചൂടുവെള്ളം എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലുണ്ട്, അതിൽ കുറച്ച് ചൂട് താങ്ങും കേട്ടോ. അത് എവറസ്റ്റൊക്കെ ഉപയോഗിച്ച ഒരു ബോട്ടിലാണ്. ഓ എൻ്റെ അമ്മ തണുപ്പ്. തൃശ്ശൂരിലൊക്കെ ഗോൾഡൻ വ്യൂ വന്ന് തുടങ്ങി കേട്ടോ. തൃശ്ശൂർ ഹിമാലയത്തിൻ്റെ ഗോൾഡൻ കാഴ്ചയൊക്കെ കാണാൻ തുടങ്ങി. ടെൻറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് രാവിലത്തെ വെയിൽ കുറച്ച് നമുക്ക് കൊള്ളുവാണ് കേട്ടോ. എൻ്റെ പ്ലാസ്റ്റിക് കവറിലെ വെള്ളവും 8 ലിറ്റർ അതിൽ പകുതിയും കട്ട പിടിച്ച് പോയിരുന്നു. അത് കളയാൻ കുറേ സമയം എടുത്തായിരുന്നു. സാറില്ല, ഹമ്പോ എന്തൊരു അടിപൊളി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് റീൽക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങാം. ആർമി വണ്ടി കിട്ടുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പട്ടണത്തിലേക്ക് ഇറങ്ങുക കേട്ടോ. എൻ്റെ ശരീരം നല്ലപോലെ മോശമായി. കാരണം ഇത്രയും ദിവസം എന്താണ് നമുക്ക് ഇല്ല. ചെറിയൊരു ഫെസിലിറ്റിയിൽ യാത്രകൾ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ പരിമിതികളുണ്ട്. ശരീരം അറിഞ്ഞു തുടങ്ങി കേട്ടോ. ഇപ്പം കുറേ പെയിനും എന്താണ് ഭക്ഷണത്തിൻ്റെ ഒക്കെ ഇഷ്യൂസൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. കുറച്ച് ടയേർഡ് ഫീൽനെസ് വരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും മെല്ലെ തിരിച്ചിറങ്ങാം. ഓ തണുപ്പെന്ന് കേട്ടോ, നല്ല തണുപ്പാ. അടിപൊളി അടിപൊളി, നല്ല വ്യൂ ആണ് കേട്ടോ. കാഴ്ചകൾക്കൊന്നും ഒരു കുഴപ്പമില്ല, അടിപൊളി എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാം. ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. 3-4 കിലോമീറ്റർ വരെ പോവും. റോഡില്ല കേട്ടോ. വർക്ക് ചെയ്തോണ്ട് അയ്യോ, റോഡിന്റെ അവസ്ഥ ഉണ്ടോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു വണ്ടി യാത്ര. വളരെ അപകടം പിടിച്ചൊരു ഏരിയ കേട്ടോ. എനിക്ക് മൊബൈലൊന്നും പിടിക്കാൻ പറ്റുന്നില്ല, അത്രയും ഷെയ്ക്കിങ് ആണ് വണ്ടി. പേടിയൊന്നും കേട്ടോ. ഇതിനെക്കാട്ടും നല്ല നടക്കുന്നതാണ് ഒരു സംശയം. അപ്പം പോണ വഴി റീൽക്കോട്ട് എന്ന് പറഞ്ഞ വില്ലേജ് നാഗുംകാട്ടി വരെ. അത് കഴിഞ്ഞാൽ വീണ്ടും നടക്കണം. കാരണം റീൽക്കോട്ട് വില്ലേജിൽ റോഡ് പോയി കിടക്കണമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർ ലാൻഡ് സ്ലൈഡ് വന്നിട്ട് പെട്ടെന്നൊരു മഞ്ഞ് വീഴ്ച ഉണ്ടായപ്പോൾ വലിയ വലിയ കല്ലൊക്കെ ഇടിഞ്ഞു പോകുന്ന പറയുന്ന ആൾക്കാർ. അപ്പോൾ കുറച്ച് ദൂരം വണ്ടി യാത്ര വീണ്ടും. എൻ്റെ സാധനങ്ങളൊക്കെ പെരങ്ങി ചെളിയിലും മണ്ണിലൊക്കെ ആയിട്ട് സാറ് യാത്രകളാകുമ്പോൾ എല്ലാം ഉണ്ടാവുമല്ലോ. സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും മൊബൈൽ തൽക്കാലം കട്ട് ചെയ്യാൻ അതിസമയം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം നിലത്ത് കണ്ടോ പിടിച്ചു നിൽക്കാൻ പണിയാണ് കേട്ടോ, റോഡില്ലാത്തതുകൊണ്ട്.